വലിയൊരു ബ്ലോക്കും കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ഗോകുൽ, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഗോകുൽ, അങ്ങോട്ടേക്ക് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു ഗതാഗത തടസ്സം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്രയും വലിയൊരു അപകടം ഉണ്ടായതാണ്. ആളുകളൊക്കെ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ആ ലോറി പൂർണ്ണമായും ഉയർത്താനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ലോറിക്കടിയിൽ ഇനി ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് ആളുകളോട് സംസാരിക്കാൻ ഗോകുലിന് കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഫയർഫോഴ്സിന്റെ ഒക്കെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ലോറി ഉയർത്താൻ ശ്രമിക്കുകയാണ്. സിമന്റുമായി വന്ന ലോറിയാണ്. ശരി, ആളുകളുടെ പ്രതികരണം. പോലീസുകാരത് ചോദിച്ചു നോക്കണം. അവരുടെ പാരന്റ്സ് ഒക്കെ അവിടെ നിൽക്കണം, അങ്ങോട്ട് പറയാൻ പറ്റും. ആ തരത്തിൽ അവരുടെ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 4 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. 4 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചേട്ടൻ കണ്ട സ്ഥലം കണ്ടെത്തിയാണ് ഇപ്പോൾ ലോറി എടുത്ത് മാറ്റാനുള്ള ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു ഇവരുടെ നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് വേറൊരു വണ്ടിയിൽ വന്നാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? എന്താണ് സംഭവിച്ചത്? ഒരു 2 ലോറികൾ തമ്മിൽ തട്ടിയിരിക്കുന്നു. എതിര് വന്ന വണ്ടി തട്ടി വണ്ടിൻ്റെ കൺട്രോൾ പോയി ഇപ്പുറത്തേക്ക് മറിഞ്ഞിരിക്കും. അപ്പോൾ വഴിയിൽ നടന്നു വരുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഇവരുടെ മേലെ തട്ടിന്നുള്ള അറിഞ്ഞു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുട്ടികളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കും. തീർച്ചയായും. അതായത് 4 കുട്ടികളാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. 4 കുട്ടികളെയും പുറത്തെടുത്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ലോറി ഉയർത്തുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ ആരും ഉണ്ട് എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ നിലവിലില്ല. ഏതായാലും പക്ഷേ 4 പേർ ഇതിൽ പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ ആണ് ലഭ്യമാകുന്നത്. ഇവിടെ ഈ സ്ഥലത്തെ CI അടക്കമുള്ളവരിവിടെയുണ്ട്. സാർ എത്ര പേരാണ്? രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും 4 കുട്ടികളാണ് വാഹനത്തിൽ. ഈ അപകടം കണ്ട ആരെങ്കിലും ദൃക്സാക്ഷികൾ അടുത്തുണ്ടോ? ഈ അപകടം നേരിട്ട് കണ്ട ആരെങ്കിലും ആ ആൾക്കൂട്ടത്തിലുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാൻ നമ്മൾ നേരത്തെ ദൃക്സാക്ഷിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു വാഹനത്തിലിടിച്ച് നിയന്ത്രണം തെറ്റി പോവുകയായിരുന്നു എന്നുള്ളതാണ്. പാഞ്ഞു കയറിയത് 4 കരിമ്പായ സെക്കൻഡറി സ്കൂൾ എന്താണ് ഉണ്ടായത് അറിയില്ല. രണ്ട് നാട്ടുകാരാണ്. 4 കുട്ടികൾ നാട്ടുകാരാണ്. അതതിനെപ്പറ്റി അറിയില്ല. എന്റെ ഡ്രൈവറെ കൊണ്ട് പരിക്കൊന്നുമില്ല. ഡ്രൈവറെ ആംബുലൻസിൽ കൊണ്ടുപോയി. ഉണ്ടായിരുന്നു അല്ല ഡ്രൈവർ കുടിക്കണമെന്നില്ല. ഡ്രൈവർ അപ്പം തന്നെ പുറത്ത് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 4 കുട്ടികളാണ് ഇതിൽ വന്നത്. ആ കുട്ടികൾ 4 ആളെ കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് പെൺകുട്ടിയല്ല, 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. അതെ, 3 പെൺകുട്ടികൾ. ഏതാശുപത്രിയിലേക്ക്? പച്ചപ്പാറ ഇസാഫ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത് കറക്റ്റതിൽ ഒരു 3:45 ആ സമയത്താണ് ഇത് നടന്നത്. പിറകിലുണ്ടായിരുന്നു. നിയന്ത്രണം വിട്ടാണ് ഈ വണ്ടി. വേറെ വണ്ടിയുടെ സൈഡ് അടിച്ചു. അതിന് ഈ വണ്ടി നിയന്ത്രണം വിട്ട് അങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ വളവിൽ ഇവർ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ മറ്റേ വണ്ടിയുടെ സൈഡ് അടിച്ചു. വേറെ ലോറി. അതിനടിയിൽ ബൈക്കാരുണ്ടാകും. ആ ബൈക്കാരൻ എന്താ പറ്റുന്നത് എനിക്കറിയില്ല. അവർ കണ്ടില്ല. അപ്പോൾ എന്നിട്ട് ഈ വാഹനം മറിയുക ചെയ്തു. ഈ വാഹനം കുട്ടികളുടെ മേലെ പാഞ്ഞ് കയറിയ വണ്ടി അങ്ങനെ വണ്ടി അങ്ങോട്ട് മറിഞ്ഞു. കയറി മറിയുക ചെയ്തത്. അപ്പോൾ ഈ കുട്ടികൾ പകുതി അതിൻ്റെ ഉള്ളിൽ പെട്ടു. 3 കുട്ടി അതിൻ്റെ അകത്ത് പെട്ടു. ഒരു കുട്ടി മാത്രമേ പുറത്തുണ്ടാകുള്ളൂ. കുട്ടിൻ്റെ മുടി പൂർത്തിക്കാണ് ആശുപത്രി കൊണ്ടുപോയത്. അവസാനം എടുത്ത കുട്ടിൻ്റെ 3 പെൺകുട്ടികളാണ്. അവർ ഒന്നിച്ച് വരുന്നു. ആ കുട്ടിയുടെ ഒരു കുട്ടിയുടെ പേരൻറ്റും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് ഇസാഫ് ഹോസ്പിറ്റലിൽ പേരൻ്റെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കരിക്കാൻ വേണ്ടി പോലെയായിരുന്നു. അടുത്ത കുട്ടിയുടെ പേരനുണ്ടായിരുന്നു. ഇത് പറയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഏകദേശം ഒരു 2 മക്കളാണെന്ന് പറഞ്ഞത്. ഒരു കുട്ടിയാണ് ഓടി രക്ഷപ്പെട്ടു. ഇവിടെ ഈ വാഹനം മാറ്റുന്നതിനുള്ള ഒരു ക്രമീകരണം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് തന്നെ പറയാം. പക്ഷെ 4 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് പാലക്കാട് നടന്ന ഈ മഹാരാഷ്ട്ര റേഷൻ ലോറിയില്ലേ, ആ ലോറി റോങ് കയറി വന്നു. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ വെട്ടിച്ചപ്പോൾ ആ ലോറിയുടെ ബേക്കിൽ
ആ ലോറിയുടെ ബേക്കിൽ ഈ വണ്ടി വന്നിട്ട് ഈ സിമെന്റ് ലോറി വന്ന് അടിച്ചു.